അരവിന്ദന് ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞു. അറ്റാക്കോ? എനിക്കോ? ആര് പറഞ്ഞു എനിക്ക് അറ്റാക്ക് ആണെന്ന്? എനിക്കൊരു കുഴപ്പമില്ല വിശാൽ. കുഴപ്പമില്ലേ? അപ്പൊ പാർവതി? പാർവതിക്ക് എന്താ പറ്റിയേ? അത് പാർവതിയോട് ആരോ പറഞ്ഞു അരവിന്ദന് ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന്. അത് കേട്ടിട്ട് അവൾ അരവിന്ദനെ കാണാൻ വേണ്ടി ഇവിടുന്ന് പോയിന്നാ ഇവിടെ ലേബേഴ്സ് ഒക്കെ പറയുന്നത്. എന്നോടൊന്നും പറയുക പോലും ചെയ്തിട്ടില്ല. ഇത് പാർവതി ആരോ തെറ്റിദ്ധരിപ്പിച്ചാണല്ലോ. പാർവതി എന്തായാലും എന്നെ വിളിച്ചിട്ടില്ല. ഇതിലെന്തോ പന്തികേട് തോന്നുന്നുണ്ടല്ലോ വിശാൽ. അരവിന്ദൻ, ഇപ്പൊ എനിക്കും ആ സംശയം തോന്നുന്നുണ്ട്. അരവിന്ദൻ, അവൾ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? വിശാൽ, പാർവതി വിളിച്ചു നോക്കിയില്ലേ? പാർവതിയുടെ കയ്യിൽ ഫോണില്ല അരവിന്ദ. അവളെ ഞാൻ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാനാ? എത്രയും പെട്ടെന്ന് പാർവതിയെ കണ്ടുപിടിക്കണം. ഇതെന്തോ ചതി തന്നെയാ. വിശാൽ ഇപ്പൊ എവിടെയുള്ളത്? ഞാൻ നമ്മുടെ ഫാക്ടറിയുടെ മുന്നിലുണ്ട്. എങ്കിൽ അവിടെ തന്നെ നിൽക്ക്, ഞാൻ ഉടനെ വരാം. അരവിന്ദ, എനിക്ക് വല്ലാതെ ടെൻഷൻ ആവുന്നു. ഏയ്, ടെൻഷനൊന്നും ആവണ്ട. നമുക്ക് പാർവതിയെ കണ്ടുപിടിക്കാം. ഞാൻ എന്താ എത്തി. ആ ശരി. ആ പാർവതിയെ പൊക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയ ഗുണ്ടയാ. ഹലോ മേഡം, ആളെ ഞങ്ങൾ പൊക്കി. ഇപ്പോ കക്ഷി ഞങ്ങളുടെ ഗോഡൌണിലുണ്ട്. ഇനി ഞങ്ങൾ എന്താ വേണ്ടേ? അവളെ അവിടെ നിങ്ങളുടെ സേഫ് കസ്റ്റഡി തന്നെ വെച്ചോളൂ. ഒരിക്കലും അവൾ അവിടെ നിന്ന് രക്ഷപ്പെടരുത്. എന്താ വേണ്ടതെന്ന് ഞാൻ പിന്നീട് നിങ്ങളെ വിളിച്ചറിയിക്കാം. ഓക്കെ മേഡം. ഓക്കെ. എല്ലാ സ്റ്റേഷനിലേക്കും ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും പാർവതി ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണെന്ന് വ്യക്തമാണ്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പാർവതിയെ കണ്ടെത്താം. ഈ പരിസരത്തൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു. പാർവതി എങ്ങോട്ട് പോയിന്ന് ഒരു വിവരവും കിട്ടിയിട്ടില്ല. ടെൻഷനുണ്ട. പാർവതി പോകാൻ സാധ്യതയുള്ള പരമാവധി സ്ഥലങ്ങളിലൊക്കെ വിശാൽ അന്വേഷിക്കുക. ഞാനും എന്റേതായ രീതിയിൽ ഈ ഭാഗങ്ങൾക്ക് അന്വേഷിക്കാം. നിങ്ങൾ ഊർജിതമായിട്ടൊന്ന് തിരയും. ശരി സർ. പാർവതി കണ്ടിട്ടും. ശരി സർ. ശരിയെന്നാ.